ഹലോ ചക്കരകളെ, ഇത്ര സമയം ഞാൻ ഇല്ലായിരുന്നു. അമ്മുക്കുട്ടനെയും കൊണ്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ പോയിരിക്കുമായിരുന്നു കാല്. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. ചക്കരകളെ, എന്തുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ഒത്തിരി മെസ്സേജുകൾ ഫോണിൽ വന്ന് കിടക്കുന്നു. ഓരോരുത്തർ ഇന്നെന്തോ ദുഃഖകഥകളുമായിട്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത്. സ്ത്രീകളാണ് കേട്ടോ, എല്ലാ സ്ത്രീകളും. ഒരുപാട് സ്ത്രീകൾ, അനവധിയായ സ്ത്രീകൾ അവരുടെ വിഷമത്തിനൊരു സൊല്യൂഷൻ ചോദിച്ചതിൻ്റെ അടുത്ത് വരുന്നു. ജീവിതാനുഭവങ്ങളുടെ ഒരു എന്താ പറയുന്നത്, കലവറ തന്നെ ഇടയിലുള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഒരു ആൻസർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ആശ്വാസത്തിന് വേണ്ടി, ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട്, ഒരു പോസിറ്റീവായിട്ടിരിക്കാനുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അനവധി പേരെ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്താ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യം, സ്ത്രീകളോട് പറയാൻ, അവനവനെ ആദ്യം സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കണം. എന്നെ ഭർത്താവ് സ്നേഹിച്ചില്ല, എൻ്റെ മക്കൾ സ്നേഹിച്ചില്ല, അവർ ഒരാളുടെ സ്നേഹമില്ല നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും. ആരുടെ സ്നേഹവും ഒന്നും വേണ്ട. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ചിന്തയുണ്ടായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തയില്ലാത്തത് ഇവരെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. മനസ്സിലായ? അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ സ്വഭാവവും മനോഭാവവും മാറ്റണം. എങ്കിലേ ധൈര്യത്തോടെ നമുക്ക് ഈ മുന്നോട്ട് ജീവിത പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയൊക്കെ നേരിടാൻ പറ്റത്തുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് വലിയ പ്രശ്നമെന്ന്. ചിലപ്പോൾ നമ്മൾ ചിലരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒരുപാട് അവർക്ക് താങ്ങാൻ പറ്റാത്ത, മാനസികമായിട്ട് അവർ ഒന്നും ഇത് പറയാൻ ആരുമില്ല, നല്ല കൂട്ടുകാരില്ല, മോശമായി. ഇപ്പോൾ ഒരു കുട്ടി സംസാരിക്കുന്ന, അവൾ ഭർത്താവായിട്ട് പിണങ്ങി ഒരു വീട്ടിൽ രണ്ടായിട്ട് കഴിയുമോ വർഷങ്ങളായിട്ട്. അപ്പോൾ അവൾക്ക് വേറൊരു കൂട്ടുകാരിയുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരി ഭർത്താവിനെയും വെച്ചിട്ട് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് അവൾക്ക്. അപ്പോൾ ഭർത്താവായിട്ട് അവൾ കമ്മ്യൂണിക്കേഷനൊന്നുമില്ല, ഒരു വീട്ടിൽ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ. പക്ഷേ അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളെ കണ്ടിട്ട് ഇവൾ നോക്കുമ്പോൾ അവൾക്ക് ഒന്നിനൊരു കുഴപ്പമില്ല. അവളുടെ കാമുകൻ അവൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നു. മറ്റേ ഭർത്താവിനെയും അവൾ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കാനുണ്ട്. ഞാനും അങ്ങനെ, നിനക്ക് നിൻ്റെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നീ ഇങ്ങനെ ആകടിയെന്ന് അവൾ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് അത് തെറ്റാണെന്ന് ചിന്തയുണ്ട്. അവൾ എന്നെ വിളിക്കുന്നു, ചേച്ചി ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് മറുപടി പറഞ്ഞു കൊടുക്കണം? ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യും. നമ്മൾ ആരുടെയൊക്കെ, ഞാൻ ഈശ്വരവിശ്വാസിയായ സ്ത്രീയാണ്, ആരുടെയൊക്കെ കണ്ണ് മൂടിക്കെട്ടിയാലും നമുക്ക് ഈശ്വരൻ്റെ കണ്ണ് മൂടിക്കെട്ടാൻ പറ്റത്തില്ല. കർമ്മം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ പുറകെ വരും. ഉറപ്പായ കാര്യമാണ്. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത്, ചെയ്യുന്നത്, നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ത്യാഗം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ത്യാഗത്തിൻ്റെ ഫലം നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. മനസ്സിലായ? അപ്പം ത്യാഗമനോഭാവത്തോടുകൂടി നമുക്ക് ഭർത്താവ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ വാശിക്ക് അങ്ങനെ പോകരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പോയിട്ടുള്ളവരെല്ലാം പിന്നീട് അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടുകാരിയെ ഒരിക്കലും മാതൃകയാക്കരുതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. 2 കുട്ടികളുടെ അവരെ വളർത്തി പഠിപ്പിച്ച് നല്ല നിലയിലാക്കി വിടുക. നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കാത്ത ആരുമില്ല. സായന്തനകാലത്താണ് നമുക്കൊരു കൂട്ട് വേണ്ടത്. അപ്പം കൂട്ട് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് താൻ സ്നേഹിക്കണമെന്നും, തനിക്ക് സ്നേഹിക്കണമെന്നും, സ്നേഹിക്കപ്പെടണമെന്നും ആഗ്രഹമില്ലാത്ത പുരുഷന്മാർക്കും ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ട്, അല്ലേ ആഗ്രഹം. അപ്പം അങ്ങനത്തെ ഒരു കാര്യത്തിന് വില്ലിങ് ഇല്ലാത്ത ഭർത്താവാണ് ആ ആളെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിയമപരമായി ഒഴിവാക്കണം. അതിനുശേഷം മാത്രമേ വേറൊരു ജീവിതം തേടാവുള്ളൂ. അല്ലാതെ കാണിക്കുന്നതെല്ലാം മോശം പരിപാടിയാണ്. അത് ഈശ്വരൻ നിരക്കുന്നതല്ല, സമൂഹം അത് ഇഷ്ടപ്പെടത്തില്ല. എന്തെല്ലാം പറഞ്ഞാലും അത് ഇഷ്ടപ്പെടത്തില്ല, അല്ലേ? ഇപ്പോൾ ഈ ഇത്രയും പ്രായമൊക്കെ ആയ സമയത്ത് നമ്മൾ അങ്ങനൊരു തെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളവർ ഒരിക്കലും വാശി കാണിച്ച് നമ്മുടെ ജീവിതം വീണ്ടും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കരുത്. നിയമപരമായി ഡൈവേഴ്സ് ചെയ്തിട്ട് സമൂഹവും നമ്മുടെ വീട്ടുകാരും മക്കളും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ വേറൊരു ബന്ധം തിരഞ്ഞെടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നിട്ട് കല്യാണം കഴിച്ച് നമുക്ക് പറ്റുന്ന ആളാണെന്ന് സംസാരിച്ച്, ഇന്ന് കണ്ട് നാളെ കല്യാണമൊന്നും നടത്തരുത്. ആളെപ്പറ്റി അന്വേഷിച്ച്, വേറെ ഭാര്യയുണ്ടോ, 16 കാമുകിമാരുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കണം. ചെറുക്കൻ്റെ വീട്ടുകാർ നിങ്ങളെപ്പറ്റിയും അന്വേഷിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് കുഴപ്പമില്ലെന്ന് കണ്ടാൽ പുതിയൊരു ബന്ധം തേടുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മനസ്സിലായേ? അപ്പോൾ അങ്ങനത്തെ വിഷമിച്ചൊരു ഒറ്റപ്പെടലുള്ള സ്ത്രീകൾ ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഒറ്റപ്പെടലുകാർ കണ്ടമാനം വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്
എന്ത് പറയണമെന്ന് എനിക്ക് ആൻസർ ഇല്ല ചിലതിനൊക്കെ എനിക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയത്തില്ല. വിഷമോസം കൊണ്ട് ഒരു പെൺകുട്ടി അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് അവളുടെ ഡൈവേഴ്സിനൊക്കെ വയ്യാതെ ഇച്ചിരി ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവൾ ജീവിതതുല്യം സ്നേഹിക്കുന്ന ഭർത്താവ് അവളെ ഡൈവേഴ്സ് ചെയ്ത്. അപ്പോൾ അവൾക്ക് കോടതി കയറി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് അവൾ ഡൈവേഴ്സ് കൊടുത്തേച്ച്. പക്ഷെ ആ സ്ത്രീയുടെ കണ്ണുനീരുണ്ടല്ലോ ഭയങ്കര. അതിനൊക്കെ ഒരു പക്ഷേ അയാൾ കണക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഒന്നും നമ്മൾ ചോരത്തിളപ്പിനിരിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല. ഇത് കഴിയുമ്പോൾ അതിന് ഫലം അനുഭവിച്ചിരിക്കും ഉറപ്പായ കാര്യം. പ്രകൃതി അങ്ങനെയുള്ളതാണ്. അതൊക്കെ ഒരു കർമ്മദോഷമാണ്. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവരെ ഉപേക്ഷിച്ച് പോവുകയെന്ന് പറയുമ്പോൾ അവർക്ക് വയ്യാത്തതിൻ്റെ പേരിൽ ഒരിക്കലും അവനെ ഉപേക്ഷിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് നാളെ വയ്യെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മളെ അങ്ങനെ ആരെങ്കിലും ഉപേക്ഷിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അത് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും. എനിക്ക് ഭയങ്കര വിഷമം തോന്നി അത് കേട്ടിട്ട്. എനിക്ക് എന്താ ആൻസർ കൊടുക്കണമെന്നറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും എന്താണ് സാമ്പത്തിക ഭദ്രത നേടണം. ഒരാളുടെ ആശ്രയത്തിൽ മാത്രമോ കഴിയാൻ പറ്റുമെന്നുള്ള ആ ഒരു വിചാരം മാറ്റണം. നമുക്ക് ആരും ആശ്രയമില്ലെങ്കിലും ജീവിക്കാൻ പറ്റണം. അതാണ് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം സ്വന്തം കാലിൽ നിൽക്കണം. ഒരിക്കലും മറ്റൊരാളെ ആശ്രയിച്ച് കഴിയണമെന്നുള്ള ആ മനോഭാവം മാറ്റണം. അവരുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇവരുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുള്ള ആ മനോഭാവം വേണ്ട. ആരും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും എന്നുള്ള മനോഭാവം തന്നെ നിലനിർത്തണം കേട്ടോ. എനിക്കിതൊക്കെ പറയണത്. എല്ലാം ബോൾഡായിട്ടിരിക്കണം. ചെറിയതാണെങ്കിൽ എല്ലാ സ്ത്രീകളും ഒരു ജോലി ചെയ്യണത് പല വീഡിയോയിൽ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കണ്ട. വീണ്ടും ഓരോരോ ചോദ്യങ്ങൾ എനിക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നതുകൊണ്ട് പറയും എല്ലാവരും സ്വന്തം കാലം നിൽക്കണം. ചിലർക്ക് വരുമാനം എല്ലാം ഉണ്ട്, എന്നിട്ട് ജീവിതശൈലിയിൽ ഹസ്ബൻഡിൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ. നിങ്ങൾക്ക് അങ്ങനെ ഉള്ളത് ഒരാളെ വെച്ചിട്ട് ഒരാളെ എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ ആളെ പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷം എനിക്ക് ആൻസർ പറഞ്ഞൊരാൾ ഒഴിവാക്കിയതിന് ശേഷം നാളെ നമ്മുടെ മക്കൾ വിരൽ ചൂണ്ടല്ലോ നമ്മുടെ നേരെ. അതുകൊണ്ട് സമൂഹമൊന്നും വിരൽ ചൂണ്ടിയാൽ കുഴപ്പമില്ല, പക്ഷേ മക്കൾ വിരൽ ചൂണ്ടല്ലോ. അത് അവർക്ക് നാണക്കേടും ഉണ്ടാക്കി വെക്കരുത്. അപ്പോൾ അവരുടെ അനുഭവത്തോടെ മറ്റൊരു വിവാഹം കഴിക്കുന്ന ഇന്നത്തെ കുട്ടികളൊക്കെ സമ്മതിക്കും. അപ്പോൾ എൻ്റെ അമ്മക്കുട്ടനെ സമ്മതിച്ചിട്ടാണ് ഞാൻ കല്യാണം ചെയ്തത്. അതുപോലെ നിങ്ങൾ മക്കൾ സമ്മതിക്കും. മക്കളെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യം മക്കളെ സ്നേഹിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായോ? ഒരിക്കൽ പോലും തെറ്റിന് ഞാൻ ഒരിക്കലും പ്രേരിപ്പിക്കത്തില്ല. കൂട്ടുകാരി അങ്ങനെ പോകുന്നു, അതുപോലെ ഞാനും അങ്ങനെ ആയാൽ ശരിയാവുക ഒരിക്കലും ശരിയല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ഈ സമാന അനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അവരും കൂടെ മനസ്സിലാക്കാൻ പറയുക. കള്ളത്തരത്തിന് നല്ലതാണെന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ വേണ്ട. അങ്ങനെ തെറ്റുകൾ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് എക്കാലത്തേക്ക് നല്ലത്. താൽക്കാലികമായി നമുക്ക് തരുന്ന ഒരു സന്തോഷവും അധിക നാളുണ്ടാകത്തില്ലല്ലോ. ഈ താൽക്കാലിക സന്തോഷങ്ങളെല്ലാം പിന്നീട് ഒരുപാട് നാൾ ദുഃഖിക്കേണ്ട ഒരു കാരണമായി തീരും. അതുകൊണ്ട് ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ നാളെ നമുക്കിതൊരു ദുഃഖം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കാര്യം ചെയ്യാവുള്ളൂ കേട്ടോ. ആലോചിച്ച് തന്നെ ചെയ്യാവുള്ളൂ. എനിക്കിതേ പറയാനുള്ളൂ. നേർവഴിക്ക് പോവുക, സത്യന്തകളോട് ജീവിക്കുക, നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, പോസിറ്റീവ് എനർജിയോടുകൂടി ഇരിക്കുക, എപ്പോഴും നമ്മളെ സ്നേഹിക്കുക. നമുക്ക് ദോഷം വരുന്ന ഒന്നും നമ്മൾ തന്നെ ചെയ്യാതിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ചിന്തകൾ കൊണ്ട് നമുക്ക് അവളങ്ങനെ പോയില്ല, എനിക്കങ്ങനെ പോയില്ല, എന്താ എൻ്റെയും ഭർത്താവിനെ വെട്ടിച്ച് എനിക്ക് പോകാം, അങ്ങനത്തെ ഒരു ചിന്താഗതിയേ വേണ്ട. അയാൾ പോകുന്നവനായിരിക്കും, പക്ഷേ അവളെ നിയമപരമായി ഒഴിവാക്കിയേക്കുക. അതിന് ശേഷം വേണം നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ. ഒരാളുടെ ലേബലിൽ ഇരുന്നുകൊണ്ട് വേറൊരാളുടെ കൂടെ പോകുന്നതിനോട് ഞാൻ ഒരിക്കലും അനുകൂലമായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. ഓക്കേടാ ചക്കരകളെ. ഹലോ ചക്കരകളെ, ഇന്ന് ഞാൻ വരാഞ്ഞതേ എൻ്റെ അമ്മക്കുട്ടനെയും കൊണ്ട്, നിങ്ങൾ കണ്ടല്ലോ, അമ്മക്കുട്ടനെയും കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ കാലൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി വെള്ളിയാഴ്ച കൊണ്ടുചെല്ലണം. പ്ലാസ്റ്റർ മാറ്റുമായിരിക്കും, എന്നിട്ട് എക്സ്റേ എടുത്ത് നോക്കണം. എല്ലാവരും അമ്മൂൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. പിന്നെന്ത് പറയാനാ, ഇന്ന് ആശുപത്രിയിൽ നിന്നൊരു സംഭവം ഉണ്ടായേ. ഈ ഡോക്ടർ വല്ലവരും നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാകും ഡോക്ടറാക്കണം, അല്ലേ? നമ്മുടെ ആഗ്രഹത്തിന് ഒരിക്കലും നമ്മുടെ പിള്ളേരെ ട്യൂൺ ചെയ്യരുത്. കാരണം ഇഷ്ടമില്ലാത്ത, പ്രത്യേകിച്ച് ഡോക്ടറും നേഴ്സും ആക്കരുത്. ആ പിള്ളേർക്ക് ദയയും നല്ല ക്ഷമയും മറ്റുള്ളവരുടെ സഹാനുഭൂതിയും ഒക്കെ ഉള്ളവർ മാത്രമേ നേഴ്സും ഡോക്ടറും ആകാവുള്ളൂ, അല്ലേ അമ്മുവിൻ്റെ അഭിപ്രായം എന്തുവാ?
വെറുതെ നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഡോക്ടറെ ആക്കരുത്. കുടുംബത്തിൽ ആർക്കും വേറെ ഡോക്ടറില്ല, എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ ഡോക്ടറാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ആക്കരുതേ. ആ ആഗ്രഹം അതിനോടുള്ള തീവ്രമായ ആഗ്രഹമുള്ളവരെ മാത്രമേ ആക്കുള്ളൂ. ഇതിന് നല്ല ക്ഷമ വേണം, നല്ല ത്യാഗ മനോഭാവം വേണം, കുറച്ച് സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം, ആത്മാർത്ഥത സത്യസന്ധതയൊക്കെ ഈ ജോലിയിൽ കാണിക്കാൻ ഉള്ളിൽ നിന്നൊരു എന്താ പറയുന്നത് ഒരു ദൈവീകത ഉള്ളവർ മാത്രം ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. അല്ലാത്തവർ പേരിന് നമ്മളെ മക്കളെ തല്ലി ഇങ്ങനെ ആക്കരുത്, മനസ്സിലായേ? അതായത് ഈ ലൗകിക ജീവിതം ആഗ്രഹമുള്ളവനെ പിടിച്ച് അച്ഛനൊക്കെ അച്ഛൻ പട്ടം കൊടുക്കുന്നതും കന്യാസ്ത്രീ ആക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും, അവർക്കൊന്നും ഒരു ക്ഷമയും കാണത്തില്ല അല്ലേ? ആ ജോലിയിൽ അവർ കറക്റ്റായിട്ട് നീതി പുലർത്തത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറും. എൻ്റെ തമ്പുരാനെ പിന്നെ ഒരു ഡോക്ടറെ കണ്ട്, ആ ഡോക്ടറോട് ഞാൻ ചോദിച്ച്, പിന്നെ ഇങ്ങനെ കാലേ നീരുള്ളതല്ലേ, മൂടി ഇങ്ങനെ കെട്ടിവെച്ച ഇത് വ്രണം പൊറുക്കുമോ, ചെറിയൊരു ഇതേ ഉള്ളായിരുന്നു, അതിപ്പോൾ വലുതായി വരുന്നല്ലോ എനിക്ക് തോന്നിയപ്പോൾ അത് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ചികിത്സിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളങ്ങോട്ട് ചികിത്സിക്കും, ഇങ്ങനെയാണ് റിപ്ലൈ വന്നത്. അപ്പം നമുക്ക് ഏത് ഹോസ്പിറ്റലാണ് ഏത് ഡോക്ടറാണെന്നൊന്നും ഞാനകത്ത് പറയുന്നില്ല, പക്ഷേ എങ്കിലും നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ മെഡിക്കൽ കോളേജിലല്ല കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ കാശ് കൊടുത്ത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുവരില്ല, ആ ഡോക്ടർ നമുക്ക് ആത്മവിശ്വാസം പകർന്നതാണ്. എൻ്റെ ആത്മവിശ്വാസം എൻ്റെ മകളുടെ കാലല്ലേ, അവൾ കൊച്ചല്ലേ, അപ്പോൾ അവളുടെ ഞാനൊരു അമ്മയല്ലേ, അപ്പോൾ എൻ്റെ ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുക. അപ്പോൾ അവരെന്താ പറഞ്ഞു തരേണ്ടത്? അത് അമ്മേ, കുട്ടിക്ക് അതിനുള്ള മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ, ഉള്ളിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ആ മുറിവ് ഉണങ്ങാനാണ്, വിഷമിക്കേണ്ട, അത് ഇപ്പോൾ ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് വേണം നമ്മളെ സമാധാനപ്പെടുത്താൻ അല്ലേ? അപ്പോൾ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെ എനിക്കറിയാവുന്നവരെ ഞാൻ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ചികിത്സിക്കുന്നുള്ള രീതിയിലൊരു വർത്തമാനം പറയുന്നത്. പക്ഷെ എൻ്റെ കൂടെ ബോബനുണ്ടായിരുന്നു, ബോബൻ അങ്ങോട്ട് മാറി നിൽക്കുമായിരുന്നു. ബോബനെ സംബന്ധിച്ചുള്ള ബോബൻ ഭയങ്കര ക്ഷമയുള്ള മനുഷ്യൻ. ക്ഷമ ഒരിക്കലും കഴിവുകേടല്ല, ക്ഷമ ഓരോരുത്തരുടെയും ക്വാളിറ്റിയാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ ബോവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ ഏറ്റവും അതുവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വേഗം അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയതാണ്, എത്ര പെട്ടെന്ന് കിട്ടുന്ന ചികിത്സ കിട്ടുന്നിടത്തോട്ട് കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. ബോവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ടാണെങ്കിൽ ആ ഒരു പരിഗണന അവിടെ കിട്ടിയേനെ, അവിടെ ഇട്ട് കൊണ്ടുപോകാതെ നമ്മൾ ഈ അടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് നമുക്ക് ഈ പണി കിട്ടിയത് പ്രത്യേകം. എന്നാലും അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരാൾ നമുക്ക് ഹോസ്പിറ്റലിൽ ബന്ധോ സ്വന്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് സ്നേഹവും പരിഗണനയും കിട്ടത്തുള്ളൂ. നമ്മൾ പൈസ മുടക്കിയിട്ടില്ലേ, നമ്മൾ മെഡിക്കൽ കോളേജിലൊന്നും അല്ലല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനവിടെ എനിക്കൊരു നമ്മളീ ബോധം എന്താണെന്ന് പറയുന്നത്, നമ്മളും ഈ ദേശീയ മനോഭാവം ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ എന്നെനിക്ക് മനസ്സിലാക്കിയത്. ഈ ഇഷ്ടമില്ലാത്ത പണിയും ഇഷ്ടമില്ലാത്ത കുപ്പായമൊക്കെ അവന് കൊടുത്തിരിക്കുക. അപ്പോൾ അവന് വരുന്നവരോട് അതിൻ്റെ മൂല്യം അറിയാൻ വയ്യാതെ കുരയ്ക്കുക അല്ലേ ശരിക്കും പറഞ്ഞു. ഇതിപ്പോൾ വീഡിയോ ഇടുന്നത് ശരിയാണോ ശരിയെന്ന് പറഞ്ഞാൽ, ഇത് പൊതുവേ ഇത് ഏതെങ്കിലും ഡോക്ടേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഡോക്ടർമാരെ വാർത്തെടുക്കുന്ന മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ അപ്പം മനം ഒന്ന് പ്രാഗിപ്പോകും. നമ്മൾ അറിയാം ഇവന് എന്തൊരു നമ്മുടെ മനസ്സിൻ്റെ അനുഗ്രഹമാണ് എല്ലാവർക്കും കിട്ടേണ്ടത്. നമ്മുടെ ഉള്ളുകൊണ്ട് നമ്മൾ നിസ്സഹായരായി, ഞാനൊരു അമ്മയില്ലേ, എൻ്റെ മകളുടെ കാലിനൊരു കുഴപ്പവും വരല്ലോ എന്നോർത്തിട്ട് ഞാൻ സഹിച്ച് ക്ഷമിച്ച് പോകുന്നത്. പക്ഷേങ്കിൽ എൻ്റെ മോളുടെ കാലിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഞാൻ യഥാർത്ഥമായിട്ട് പ്രതികരിക്കും. കാരണം ആ കാലവിടെ കൊണ്ടുചെല്ലുമ്പോൾ എന്തായിരുന്ന അവസ്ഥയെന്നും ഇപ്പം എന്താണെന്ന അവസ്ഥയെന്നും നാളെ പിന്നീട് എന്തെങ്കിലും അവസ്ഥയായിക്കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പ്രതികരിക്കും. കാരണം എനിക്ക് പ്രതികരണശേഷിയുള്ള സ്ത്രീയാണ്. ഞാനങ്ങനെ പാവത്തിനെ പോലെ എവിടെയെങ്കിലും മാറി ആരെങ്കിലും വായിട്ടൊരു കുത്തു തന്നാൽ ഞാൻ അതും കൊണ്ട് മാറിയിരിക്കുന്ന സ്ത്രീയല്ല. ഒരു കുത്തു കുത്തിയാൽ 4 കുത്തു കൊടുത്തിട്ടേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ ആയിരിക്കണം എല്ലാവരും. അനീതിയുടെ എതിരെ ശബ്ദിക്കുന്നവരായിരിക്കണം എല്ലാവരും, മനസ്സിലായി? ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ പണിയൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു സാമാന്യ വിവരവും ബോധമുള്ള നല്ലൊരു സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാ അത്യാവശ്യം നമുക്ക് അറിവുകൾക്ക് ഉള്ളവരല്ലേ നമ്മൾ അല്ലേ? നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കില്ല. നമ്മുടെ നമ്മൾ കാശ് കൊടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന നീതിയും സ്നേഹവും പരിഗണനയും ബഹുമാനവും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടണം അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലിട്ട് പോയാൽ പോരുന്ന ശരിയല്ലേ? മെഡിക്കൽ കോളേജിലൊക്കെ കുറച്ച് ഫീസൊക്കെ മേടിച്ചുകൊണ്ടാണേലും നല്ലൊരു സർവീസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ നമ്മൾ അങ്ങോട്ടേ പോകത്തുള്ളായിരുന്നു. കറക്റ്റ് അവിടെ ഒരു 1000കണക്കിന് നമുക്ക് ഒരുപാട് തിരക്കുമായിട്ട് നമ്മളവിടെ ചെന്നാൽ വേഗം നിന്നും ഇപ്പോൾ ബോവന് ജോലിക്ക് പോകണം, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ കൊണ്ട് അവിടെയിട്ട് പോയി നമുക്കൊരു ചികിത്സ തേടുന്നത്. അപ്പോൾ പിന്നെ അനവധിയായ ഒത്തിരി സമയമെടുത്ത് അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എത്രയും അല്ലേ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ഇച്ചിരി സൗകര്യവും പൈസ ഇച്ചിരി മേടിച്ചിട്ടാണേലും ഇച്ചിരി നല്ലൊരു ചികിത്സ തന്നിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നമ്മളൊന്നും ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ തേടി പോകത്തില്ലായിരുന്നു. സത്യം, നല്ല പൈസ കൊടുത്തിട്ടേ നമ്മളോട്
വീട്ടിൽ ഇരിക്കുന്ന വേലക്കാരോട് സംസാരിക്കും. എനിക്ക് ശരിക്കും ഒരു അസ്വസ്ഥത തോന്നി. എനിക്ക് മറുപടി കൊടുക്കാതെ മറുപടി നല്ലപോലെ കൊടുക്കണമെന്നുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ കാലോർത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകും. ഒരു വട്ടം ഒന്ന് ക്ഷമിക്കുവാണിത്. ക്ഷമ എന്ന് പറയുന്നത് കഴിവുകേടല്ല. ഇനി ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് എന്നോടൊന്ന് ഓർത്ത്. അമ്മ ഓർത്ത് ഞാൻ എന്താ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളാണ്. ഞാനിത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും. അത് ഏത് സാഹചര്യമാണ് എവിടെയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ പ്രതികരിക്കണം. അനീതി കണ്ടാൽ പ്രതികരിക്കണം. ഇതിനെയൊക്കെ നമ്മളോട് മുഖത്തടിച്ച് വർത്താനം പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. ഞാൻ ഈ നെക്സ്റ്റ് പോകുമ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കണമെന്ന് ഓർത്തിരിക്കുക. ഹോസ്പിറ്റലിൽ മാറുമെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ ശരിക്കും മൂഡ് ഓഫ്. എനിക്ക് വീഡിയോ പിടിക്കാനുള്ളൊരു മാനസികാവസ്ഥയല്ലായിരുന്നു ചക്കരകളെ. മൂഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ന്യായമായ ആവശ്യത്തിന് നേരെ മുഖം തിരിച്ചൊരു വർത്താനം കേട്ടപ്പോൾ അതിനെനിക്ക് ബോബനെ ഓർത്ത് എനിക്ക് പ്രതികരിക്കാതെ ഈ വന്നതിൽ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നി. ഭയങ്കരമായിട്ട് ആ ഒരു ഫീലിങ്സ് എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല ഇപ്പോഴും. ഞാൻ നിങ്ങളോട് പറഞ്ഞു തീർക്കുമോ ഞാൻ ആ ഫീലിങ്സ്. ഉറപ്പായിട്ടും എനിക്ക് എൻ്റെ കൊച്ചിന് കുഴപ്പം പറ്റിയാൽ ഞാൻ പ്രതികരിക്കും. അത് മോശമായിരിക്കും. നിങ്ങളാണ് ഏത് ഹോസ്പിറ്റലാണ്, ഏത് ഡോക്ടറാണ്, അതൊക്കെ എനിക്കാരെയും പേടിയൊന്നുമില്ലാത്ത കൂട്ടത്തില്ല. എന്നെ ഇനി എന്ത് ചെയ്യും, തൂക്കിക്കൊല്ലത്തൊന്നുമില്ല, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ നല്ല രീതിയിൽ പെരുമാറത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടില്ല, ശത്രു വന്നാൽ പോലും എൻ്റെ വീട്ടിൽ വന്നാൽ ചായയും ഭക്ഷണവും കൊടുത്തു തന്നെ ഞാൻ വിടത്തുള്ളൂ. അത്രയും നല്ലൊരു ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് ജന്മനാ കിട്ടിയൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കിയെടുത്തതാണത്. അങ്ങനെ വേണം ഒരു മനുഷ്യൻ ജീവിക്കാനെന്ന്. ചിരിച്ച മുഖത്തോടെ എല്ലാവരോടും നല്ല കറകളഞ്ഞ നല്ല സ്നേഹമുഖത്തോടെ ചിരിച്ച് സംസാരിക്കണം, നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേട്ടാ ചക്കരകളെ, ഇന്ന് കുറേ ദുഃഖകഥയും പറഞ്ഞ് കുറേ സ്ത്രീകൾ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് കുറേ മെസ്സേജുകളുണ്ട്, ഒത്തിരി എനിക്ക് മറുപടി കൊടുക്കാനുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ അത് ആലോചിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എല്ലാത്തിനും ഞാൻ മറുപടി ഇടുന്നതായിരിക്കും. എൻ്റെ മനസ്സൊന്ന് കൂളാകട്ടെ. കേട്ടോ ചക്കരകളെ, ഓക്കെ. എനിക്ക് നിങ്ങളോട് മാതാപിതാക്കളോട് പറയാനുള്ള കാര്യം, നിർബന്ധിച്ച് മക്കളെ ഡോക്ടറും നേഴ്സും ആക്കരുത്. അവർക്ക് ഈ പറഞ്ഞ ദയ, സഹാനുഭൂതി, ത്യാഗമനോഭാവം, പിന്നെ ഇതിനോടുള്ള അതീവമായ ഇഷ്ടം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറെയും ഒരു നേഴ്സിനെയും സൃഷ്ടിക്കാവുള്ളൂ. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് കാശ് കിട്ടുമെന്ന് ഓർത്ത്, അല്ലെ കുടുംബത്തിനൊരു പേരുണ്ടാകുമെന്ന് ഓർത്ത് അത് നിലനിർത്താനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഡോക്ടറെയും ഒരു നേഴ്സിനെയും ഉണ്ടാക്കരുതേ. ദയവായി ഒരു അപേക്ഷയാണ്. അവർക്ക് ഇഷ്ടമുള്ള പണിക്ക് വിടുക. മക്കളെ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് മാറ്റാതെ മക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വിടുക. എന്നിട്ട് അവർ ഇതുപോലത്തെ പരിപാടി കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. കേട്ടോ, കർമ്മം ഉറപ്പായിട്ടും മോശമായിട്ട് ഒരാളോട് നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതിൻ്റെ തിക്തഫലം നമ്മൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും. അത് റിട്ടേൺ കറങ്ങി വന്നിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ. ആ ആൾക്ക്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആൾക്കൊരു നല്ല ഡോക്ടറായി, വിദ്യാഭ്യാസം ഒന്നും കൊണ്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല, ഒരു നല്ല ഡോക്ടറായി കഴിവ് തെളിയിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അതുപോലത്തെ പെരുമാറ്റമാണ് ആ വായിന്ന് വന്നത്. ഓക്കെ.